സർക്കാരിനെതിരെ ബിഷപ്പ് പാംപ്ലാനിയും രംഗത്ത് വന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. വാച്ചർ പോളിന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചു. സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ നൽകുന്ന വിലയുടെ സൂചനയാണിത്. എയർ ആംബുലൻസ് സൗകര്യം ഒരുക്കിയില്ല, വന്യമൃഗശല്യങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നില്ല തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളാണ് പാംപ്ലാനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു മനുഷ്യജീവൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുക, എയർ ആംബുലൻസ് വിളിച്ചു വരുത്തുക, അത് എറണാകുളത്ത് പോയി സീറ്റ് നന്നാക്കി വരണമെന്ന് പറയുക, അതിനിടയിൽ റോഡ് മാർഗം കൊണ്ടുപോവുക, റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയും ഈ സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ കൊടുക്കുന്ന വിലയുടെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മനുഷ്യജീവന് ഈ സംസ്ഥാനത്തുള്ള വില എന്തുമാത്രമുണ്ട് എന്ന ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അവിടെയും ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അതിഭയാനകമായ മനുഷ്യഹത്യകൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഒരു നിത്യസംഭവമായി മലബാർ മേഖലയിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ എല്ലാ കർഷക സംഘടനകളും കർഷകരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ അത് ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത് എന്നും കർഷകർ വീണ്ടും വീണ്ടും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. ഏറ്റവും ഒടുവിൽ വനപാലകരിൽ ഒരാൾ തന്നെ ഇപ്രകാരം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടത്ര സാധ്യതകൾ വയനാട്ടിൽ ഇല്ലാതെ പോയത് ആ ഒരു മരണം ക്ഷണിച്ചു വരുത്തിയതിന് സമാനമാണ് എന്ന് നമുക്കറിയാം.